സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് വില ഉയരാൻ ഇടയായത്. കഴിഞ്ഞ ഏതാനും നാളുകളായി തമിഴ്നാട്ടിൽ നിന്ന് 60% പച്ചക്കറിയുടെ വരവാണ് കുറഞ്ഞത്. തൃശൂർ മൊത്ത മാർക്കറ്റിൽ പച്ചക്കറികൾക്ക് വൻ വിലയാണ്. മുരിങ്ങ 125, ബീട്രൂട്ട് 45, ബീൻസ് 130, വെണ്ടയ്ക്ക 30, കൊത്തമര 35, ചേന 65, കോളിഫ്ലവർ 65 എന്നിങ്ങനെയാണ് പച്ചക്കറികളുടെ വില. തക്കാളിക്കും സവാളയ്ക്കും പയറിനും വില ഉയർന്നിട്ടുണ്ട്. വിലവർധന അടുത്ത 2 ആഴ്ചയും തുടരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം മീനും വില കുത്തനെ ഉയർന്നു. പച്ചക്കറിക്കും മീനിനും വില ഉയർന്നതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെയും ബാധിച്ചു. വിലവർധനവ് ഹോട്ടലുകളുടെ നടത്തിപ്പിനെയും പ്രതിസന്ധിയിലാക്കി. പച്ചക്കറിയുടെ വിപണി വളരെയധികം വില കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ ലഭ്യത വളരെ കുറവാണ്. അവിടെ സീസൺ ഇപ്പോൾ നല്ല ചൂടുള്ള സീസൺ ആയതുകൊണ്ട് തമിഴ്നാട് പല സ്ഥലങ്ങളിലും ചരക്ക് ഒട്ടുമില്ല. മാർക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് ചരക്ക് ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ അവർക്ക് തന്നെ ആവശ്യത്തിനുള്ള ചരക്ക് അവിടെ തമിഴ്നാടിന് ആവശ്യമുള്ള ചരക്ക് തന്നെ ഇല്ലാതിരിക്കണം. അതുപോലെ ഇപ്പോൾ ഇവിടെ വരുന്നത് പിന്നെ കർണാടകയിൽ നിന്നാണ്. കർണാടകയിലും ചരക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് തക്കാളിയൊക്കെ മാർക്കറ്റുകളിൽ വരുന്നതിൻ്റെ 10 അംശം പോലും തക്കാളി അവിടെ മാർക്കറ്റുകളിൽ വരുന്നില്ല. അതുപോലെ പല പച്ചക്കറികളും ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭ്യമല്ല.